1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന അഭിഷേകാഗ്നി കൺവെൻഷൻ റവറന്റ് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കോതമംഗലം മുൻ രൂപത അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് അർപ്പിച്ച പോന്തിഫിക്കൽ ദിവ്യബലിയോട് കൂടിയായിരുന്നു ആഘോഷങ്ങളുടെ ആരംഭം. ദിവ്യബലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ തിരിതെളിച്ച് സന്ദേശം നൽകി. ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പള്ളിക്കുന്നേൽ സ്വാഗതം ആശംസിച്ചു. അവിടുത്തെ താബോർ ധ്യാനകേന്ദ്രം നടത്തുന്ന വചന ശുശ്രൂഷയുടെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. വലിയ തോതിലാണ് ആഘോഷിക്കുന്നത്. എല്ലാ മാസവും ഒരു പിതാവ് വരും, അനേകം വാഗ്മികൾ വരും. എന്നാലും നമ്മുടെ അച്ഛൻ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അങ്ങനെ വൻതോതിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ജൂബിലി ഏറ്റവും വിജയകരമായി തീരട്ടെ ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരുടെയും സന്തോഷമായി ഈ താബോർ ധ്യാനകേന്ദ്രം അനേക ആയിരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ഇങ്ങനെ അനേക ആയിരങ്ങളെ മാനസികമായിട്ട് ആത്മീയമായിട്ട് ഉണർവുള്ളതായിക്കൊണ്ട് വളരട്ടെ എന്ന് എനിക്ക് ആശംസിക്കുവാനുള്ളൂ. 1976 ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ, മംഗലപ്പുഴ സെമിനാറിൽ ആരംഭിക്കുമ്പോൾ ഞങ്ങളൊക്കെ മൈനസ് സെമിനാറിൽ, ഞാൻ സെക്കൻഡ് ഇയറാണ്, ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിച്ച് ഞങ്ങൾ ഒരു ബാച്ചാണ്. അപ്പോൾ അന്ന് 2 വർഷം കഴിഞ്ഞ് 1978 മംഗലപ്പുഴ സെമിനാറിൽ ചെല്ലുമ്പോൾ അഗസ്റ്റിനെ ആരംഭിച്ച ബാച്ചുകാർ കരിസ്മാറ്റിക് പ്രെയർ കൂട്ടായ്മ ഉണ്ടാവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വലിയ ഒരു ആത്മീയ ഉണർവിന് സെമിനാറിലെ കാലഘട്ടത്തിൽ ബ്രദേഴ്സ് നേതൃത്വം കൊടുത്തത് അനുസ്മരിക്കുകയാണ്. അത് എത്രമാത്രം ആവേശമാണ് കൊടുത്തതെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം, ഇത് വിശ്വാസത്തിൻ്റെ ഒരു ഉറവിടമാണ്, ദൈവത്തെ കണ്ടെത്തുന്ന ഇടമാണ്, ദൈവമായിട്ട് സംസാരിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഇടമാണ്, ദൈവത്തിന് കരുത്താർജിക്കുന്ന സ്ഥലമാണ്. 10,000 പേരാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ശക്തി മേടിച്ച് ആത്മീയ കരുത്ത് വാങ്ങി വൈകാരിക ബലം നേടി പച്ചയായ ജീവിതത്തിലേക്ക് പോയിട്ടുള്ളത്. ഞാനിവിടെ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ ക്ഷണിച്ച് ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ വലിയ ധ്യാന ഗുരുവൊന്നും അല്ല എങ്കിലും അദ്ദേഹം ക്ഷണിച്ച് ഞാൻ 2 പ്രാവശ്യം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് 1-2 പ്രാവശ്യം സന്തോഷ് ബ്രദറും അന്ന് ആ കൂട്ടായ്മയിലുണ്ടായിരുന്നു, പ്രസംഗിക്കാനായിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വന്ന് ഇടിച്ച് ഈ ആത്മീയ നിർവൃതി നേടാൻ വേണ്ടിയിട്ട് എത്തിയിരുന്ന സാധാരണപ്പെട്ട മനുഷ്യർ അത് എങ്ങനെയാണ് ഈ സ്ഥാപനം ഒരു ആത്മീയ ഉണർവിന് വഴിതെളിച്ചതെന്ന് കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ വചനവേദിയിൽ ഈ സമയം ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ടും അതിലേറെ കൃതജ്ഞത കൊണ്ടും നിറയപ്പെടുകയാണ്. 40-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ മനോഹരമായ ഒരു സങ്കീർത്തന വചനമുണ്ട്. ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് അത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു. അത് വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, സുവർണ ജൂബിലിയുടെ നിറവിൽ എഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം നിൽക്കുമ്പോൾ ദൈവപരിപാലനയുടെ 50 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുകയാണ്. ഈ ശുശ്രൂഷാലയത്തിലൂടെ തൻ്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും വിമോചനങ്ങളും അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല, അത് അസംഖ്യമായിട്ടുള്ള ഒന്നാണ്. സ്നേഹപരി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ ചോദിച്ചും പറഞ്ഞതുപോലെ എനിക്ക് ഒരു പിതൃതുല്യനായ ഒരു ശ്രേഷ്ഠ അഭിഷിക്തനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ. ഞാൻ സ്നേഹത്തോടെ പെരിയ ഡാഡി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ എഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രവുമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. പിന്നെ ശുശ്രൂഷ മേഖലകളിലേക്ക് കർത്താവ് വിളിച്ചു. ആ സമയത്ത് ഒരുപാട് ശുശ്രൂഷ മേഖലകളിൽ ചെറുപ്പത്തിൻ്റെ പേരിൽ, ജൂനിയർ എന്നുള്ള പേരിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും ഞെരുക്കങ്ങളും, ശുശ്രൂഷ മേഖലകളിൽ ചില സഹനങ്ങളും കഷ്ടതകളൊക്കെയുള്ള സമയത്ത് സ്വന്തം ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ച് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ ഈ ശുശ്രൂഷാലയത്തെ എനിക്ക് വേണ്ടി തുറന്നു തന്നത് ഞാൻ ഈ സമയം നന്ദിയോടെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്.
ഈ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും ആയിരങ്ങളെ മാത്രമല്ല ജനലക്ഷങ്ങളെ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാനുള്ള അധികാരത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ശക്തിയാൽ ഈ എഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം നിരന്തരം സഭയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോതമംഗലം രൂപത മുഖ്യ വികാരി ജനറൽ ഡോക്ടർ പയസ് മാലേക്കണ്ടത്തിൽ, KCBC കരിസ്മാറ്റിക് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ തൗണ്ടിയിൽ, അനുഗ്രഹ ധ്യാനഗുരുവും PDM സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഷെക്കീന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരുമത്ര, കോതമംഗലം രൂപത പ്രയർ ഗ്രൂപ്പ് ഡയറക്ടർ ഫാദർ ആന്റണി വിലയിപ്പിൽ, മുതലക്കോടം ഫൊറോന വികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാൽ, കരിമണ്ണൂർ ഫൊറോന വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, LSTP സന്യാസി സമൂഹത്തിന്റെ മുൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസ്ലി LSDP എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് ധ്യാനകേന്ദ്രത്തോട് ചേർന്നുള്ള പുതിയ സ്ലീവ പാതയുടെ ആശീർവാദ കർമ്മവും മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ രൂപതകളിലെ പിതാക്കന്മാർ കടന്നുവരികയും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. വളർച്ചയുടെ നാൾ വഴികളെ ഓർത്ത് ഡയറക്ടർ ജോർജി പള്ളിക്കുന്നിൽ ഷെക്കീന ന്യൂസിനോട് പ്രതികരിച്ചു. ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം 1976 ജൂൺ മാസം ആരംഭിച്ച ശുശ്രൂഷയാണ്. കോതമംഗലം രൂപത വൈദികനായ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പള്ളിക്കുന്നിലച്ഛനാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിക്കുക. അച്ഛന് അമേരിക്കയിലെ ഡൂഗെയിൻ സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊഫസറായിട്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം 1967 നമുക്കറിയാം നവീകരണ ശുശ്രൂഷ നമ്മുടെ സഭയിൽ ആരംഭിക്കുക. അത് അമേരിക്കയിലെ ഡൂഗെയിൻ സർവകലാശാലയിലാണ് ആരംഭിക്കുക. അതേ സർവകലാശാലയിൽ അച്ഛൻ ആ സമയം പ്രൊഫസറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ താബോറിന് ആഗോളസഭയിൽ നവീന ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടം മുതലൊരു പൊക്കിൽ കൂടി ബന്ധമുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എന്നാൽ 1967 അച്ഛന് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അതിനുശേഷം അച്ഛൻ തിരികെ നാട്ടിൽ വന്നു. കോതമംഗലം രൂപതയുടെ കോളേജായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി പ്രവേശിച്ചു. അതിനുശേഷം 1970 മുതൽ 79 വരെ അച്ഛൻ ആലുവ കാർമഗിരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച 7-8ഓളം വ്യക്തികൾ ഇന്ന് കേരള സഭയിലെ അഭിമന്യ പിതാക്കന്മാരായി ശുശ്രൂഷ ചെയ്യുന്നതായി ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. 1976 ആലുവ കാർമഗിരി സെമിനാരി വെച്ച് വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി കേരളത്തിലെ ആദ്യത്തെ ഒരു നവീകരണ ധ്യാന ശുശ്രൂഷ നടത്തപ്പെടുകയുണ്ടായി. ഈ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നിലച്ഛൻ പങ്കെടുത്തു. അച്ഛന് ആ ധ്യാനത്തിൽ വലിയ പരിശുദ്ധാത്മ നിറവ് ലഭിച്ചു. അച്ഛൻ തിരിച്ചറിഞ്ഞു അഭിഷേകമുള്ള ശുശ്രൂഷയും അഭിഷേകമില്ലാത്ത ശുശ്രൂഷയുമെന്ന്. കാരണം അച്ഛൻ വലിയ വാഗ്മിയും പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ നിറവ് കിട്ടിയതിനു ശേഷം അച്ഛൻ്റെ ശുശ്രൂഷയിൽ വലിയ ദൈവികമായ ഇടപെടൽ കാണാൻ സാധിച്ചു. വലിയ മാനസാന്തരവും പരിശുദ്ധാത്മാൻ്റെ അഭിഷേകവും രോഗസൗഖ്യവും എല്ലാം അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അച്ഛൻ ആലുവ സെമിനാരിൽ തന്നെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ലീഡറായിരുന്ന ചമാച്ചനാണ് ഇന്ന് കേരള സഭയിൽ പുനലൂർ രൂപതയുടെ മെത്രാനായിരിക്കുന്ന അഭിമന്യ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് ജൂബിലി വർഷത്തിൽ താബോറിൽ വരുന്നുണ്ട്. ആ പരിശുദ്ധാത്മന അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛന് ദൈവത്തിൻ്റെ ആത്മ നൽകി പ്രചോദനം അനുസരിച്ച് അച്ഛൻ്റെ ജന്മദേശമായ ഏഴുമുട്ടം ഇവിടെ സെൻറ്റ് മേരീസ് ചാപ്പൽ എന്ന പേരിൽ കപ്പേള ഉണ്ടായിരുന്നു. 1976 ജൂൺ മാസം ഞായറാഴ്ച ഇവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അച്ഛൻ ആരംഭിച്ചു. അത് കേരളത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയായിരുന്നു. അതെല്ലാം ഞായറാഴ്ചയും അച്ഛൻ ആലുവ സെമിനാരിൽ നിന്ന് വരും. ഞായറാഴ്ച 2 മണി മുതൽ 5 മണി വരെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു 10-15-20 പേരെ ശുശ്രൂഷ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2 വർഷം ശുശ്രൂഷ അങ്ങനെ പോവുകയാണ് ഞായറാഴ്ച. അതിൻ്റെ സുവർണ്ണ ജൂബിലിയാണ് സ്നേഹമുള്ളവരെ ഈ 2026 ഇപ്പോൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ ആഘോഷിക്കുന്നത്. 1978 ഇവിടെ ശനിയാഴ്ച തോറുമുള്ള ഏകദിന ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. ശനിയാഴ്ച തോറുമുള്ള ഏകദിന ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചിട്ട് ഒരു ശനിയാഴ്ച പോലും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നു. 5000-ലധികം പേര് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ശനിയാഴ്ച കൺവെൻഷൻ ആരംഭിച്ചിട്ട് 2028 2 വർഷം കൂടി കഴിഞ്ഞാൽ 50 വർഷം തികയാണ്. കേരളത്തിലെ ആദ്യത്തെ ഏകദിന കൺവെൻഷനാണ് താബോറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശനിയാഴ്ച ഏകദിന റുകാഭിഷേക കൺവെൻഷൻ. അച്ഛൻ അത് കഴിഞ്ഞ് ആദ്യത്തെ ധ്യാനങ്ങൾ രൂപതയുടെ നിർദ്ദേശപ്രകാരം രൂപതയുടെ പാസ്റ്ററായ മൂവാറ്റുപുഴ ജീവജ്യോതിയിലായിരുന്നു. അത് കഴിഞ്ഞ് 80 കാലഘട്ടങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെ ധ്യാനങ്ങൾ ആരംഭിച്ചു. ഇന്ന് കാണുന്ന താബോർ 50 വർഷം താബോറാണ്.